ഹായ് ഓൾ, വെൽക്കം ടു I+. ഞാൻ അക്ഷര. നമ്മൾ കാറ്റഗറി 1 and 2 കേട്ടിട്ടുണ്ട്. കാറ്റഗറി 1 and 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെക്ഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് പ്രായഘട്ടത്തിലാണ് കുട്ടി കർമ്മോത്സുകത വേഴ്സസ് അപകർഷത എന്ന സന്നിഗ്ധ ഘട്ടം അഭിമുഖീകരിക്കുന്നത്? അപ്പോൾ നോക്കിക്കേ, ഏത് ഘട്ടത്തിലാണ്, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ എക്സാം എഴുതാൻ പോകുന്നത് ആ ഒരു കാറ്റഗറിയിൽ ഏത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാറ്റഗറി 2 ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളാണ്, അവർ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ചില സമയം എന്താണ് തൊട്ട് മുമ്പത്തെ സ്റ്റേജും അതിനുശേഷം വരാൻ പോകുന്ന സ്റ്റേജും ഒക്കെ ചോദിക്കാം. അപ്പം നോക്കിക്കേ, കർമ്മോത്സുകത വേഴ്സസ് അപകർഷത എന്ന സന്നിഗ്ധ ഘട്ടം അഭിമുഖീകരിക്കുന്നത് ഏത് പ്രായത്തിലാണ്? 3 മുതൽ 6 വരെ, 6 മുതൽ 12 വരെ, 12 മുതൽ 18 വരെ, 18 മുതൽ 25 വയസ്സ് വരെ. അപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏത് പ്രായപരിധിയിലുള്ളവരാണ് ഈ ഒരു കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത എന്നുള്ള ആ ഒരു സ്റ്റേജിൽ പോകുന്നത്? നമുക്ക് ഉത്തരവ് അറിയാം. ഏതാണ്? 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ആരുടെ ഡിവിഷനാണ്, ആരാണ് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്, പല പല സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എന്താ, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എത്ര പേർക്ക് ഇതിന് ഉത്തരം കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബേബി ടോക്ക് എന്ന് പറയും, സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഫ്രോയിഡും സമായോജന തന്ത്രങ്ങളും പരീക്ഷാ പേപ്പറിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. സ്ഥിരം ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫ്രോയിഡിൻ്റെ ഇതുപോലെ ഓരോ ടെക്നിക്സും പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഓരോ സമായോജന തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് മറന്നു പോകാതിരിക്കുക. എന്ത് ചെയ്യുക, ഓരോ കണ്ടീഷനുമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ച് വെക്കും. അപ്പം മറക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ്, കൂടുതൽ സംഘർഷമുള്ളപ്പോൾ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ഒരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ ഏതരം സമായോജന തന്ത്രമാണ്? ദമനം, യുക്തീകരണം, പശ്ചാത്ഗമനം, ഉദാത്തീകരണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് മുമ്പുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, അച്ഛനും അമ്മയ്ക്കും ഒരു പുതിയ കുട്ടി കൂടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിയോ വന്നപ്പോൾ മൂത്ത കുട്ടി ചെറിയ കുട്ടികളെ പോലെ എന്താണ് പെരുമാറുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരേ ഉത്തരവാണ് നമുക്ക് വരുന്നത്. എന്താണ്, പശ്ചാത്ഗമനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ സമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിച്ച സമായോജന തന്ത്രം എന്ന് പറഞ്ഞ എന്താണ്, പശ്ചാത്ഗമനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രക്രിയകളിൽ ഏതാണ് സാമൂഹ്യവൽക്കരണവുമായി അടുത്ത ബന്ധമുള്ളത്? സാമൂഹ്യവൽക്കരണവുമായി അടുത്ത ബന്ധമുള്ളത് ഈ കൂട്ടത്തിൽ എന്താണ്? സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്തുകൊണ്ടാണ് സോഷ്യലൈസേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠനം നടക്കാനായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് അല്ലേ. അപ്പോൾ നോക്കാം, ആധുനികവൽക്കരണം, സാംശീകരണം, സംസ്കൃതവൽക്കരണം, പാശ്ചാത്യവൽക്കരണം. അപ്പം നോക്കിക്കേ, എന്താണ് നമ്മൾ താഴെ പറയുന്ന പ്രക്രിയകളിൽ സാമൂഹ്യവൽക്കരണവുമായി അടുത്ത് ബന്ധമുള്ള, സാമൂഹ്യവൽക്കരണവുമായിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ബന്ധമുണ്ട് എന്ന് പറയുന്നത് എന്താശയമാണ്? സാംസ്കാരിക സ്വാംശീകരണമാണ് അല്ലേ. അപ്പം നമുക്കറിയാലോ, ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പല പല ഐഡിയാസ് ഓരോ വ്യക്തിയിലേക്കും ലഭിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു പ്രാധാന്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകടന മാനദണ്ഡം അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത്? അപ്പോൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി ഒരു പ്രകടന മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ഇത്ര സ്കോർ എത്തുന്നവർ ജയിക്കുന്നു, ഇത്ര സ്കോർ ഉള്ളവർക്ക് ഇത്ര ഗ്രേഡ് കൊടുക്കുന്നു. അങ്ങനെ മുൻകൂട്ടി എന്താണ് മാനദണ്ഡം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്ന പേര് എന്തെന്നാണ് ചോദ്യം. റിലേറ്റീവ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, അബ്സ്ട്രാക്ട് ഗ്രേഡിംഗ്, പ്രകടന നിദാനം. അപ്പോൾ എന്താണ്, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെ ഗ്രേഡ്, ഈ ഒരു ഗ്രേഡാണ് എന്ന് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ്.
അടുത്ത ചോദ്യം, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം. നമ്മൾ പഠിച്ച തിയറി തന്നെയാണ് കേട്ടോ. ഇതേ കൺസെപ്റ്റ് തന്നെ മറ്റൊരു രീതിയിൽ ചോദ്യമായിട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഭയം എന്നത് നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം. ക്ലാസിക്കൽ അനുബന്ധനം, നിരീക്ഷണ പഠനം, ലേറ്റന്റ് പഠനം, കണ്ടെത്തൽ പഠനം. ഭയം എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും? ക്ലാസിക്കൽ അനുബന്ധനവുമായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം നമ്മൾ മുമ്പ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. രക്ഷിതാവ് കുട്ടിയെ എന്താണ് കാര്യമില്ലാതെ ശകാരിക്കുന്നു. പിന്നീട് എപ്പോഴും എന്താണ് രക്ഷിതാവിൻ്റെ ആ ഒരു പ്രസൻസ് കുട്ടിയിൽ ഭയം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് തിയറിയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നു? ക്ലാസിക്കൽ അനുബന്ധനമാണ്, അല്ലെങ്കിൽ എന്താണ് പറയുക, അതിന് മറ്റൊരു പേരും കൂടെ നമ്മൾ പഠിച്ചു അല്ലേ, പൗരാണിക അനുബന്ധനം എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.